പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് വലിയ വെല്ലുവിളിയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉയർത്തുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കാം? വലിയ ആലോചനയിലാണ് വി.ഡി. സതീശൻ വിഭാഗം. അതിനുള്ള ഒരു വഴി, അവർ കണ്ടെത്തിയ ഒരു വഴി പാർട്ടി പരിപാടികളിൽ നിന്ന് വിലക്കുക എന്നതാണ്. അതിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പറയാൻ അവർക്ക് കൃത്യമായ ന്യായവുമുണ്ട്. രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതി അംഗമാണ്. അദ്ദേഹത്തിന് കേരളത്തിന്റെ ചുമതലയില്ല. അദ്ദേഹത്തിന്റെ ചുമതല കേരളത്തിന് പുറത്താണ്. അതുകൊണ്ട് കേരളത്തിലെ പരിപാടികളിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കേണ്ട കാര്യമില്ല. ഇതാണ് വി.ഡി. സതീശൻ വിഭാഗം ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു ന്യായീകരണമായി അവർ പറഞ്ഞു നടക്കുന്നുമുണ്ട്. ഏറ്റവും ഒടുവിൽ വിലക്കിയിരിക്കുന്നത് മഹിളാ കോൺഗ്രസിന്റെ പരിപാടിയിലാണ്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി മഹിളാ സാഹസ് കേരള യാത്ര സംഘടിപ്പിക്കുന്നു. മഹിളാ സാഹസ് കേരള യാത്ര കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. 7 ഘട്ടങ്ങളിലായി അവസാനിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഈ പരിപാടിയുടെ ഒരു തരത്തിലും രമേശ് ചെന്നിത്തലയെ പങ്കെടുപ്പിക്കുന്നില്ല. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന ആരാണെന്ന് നോക്കൂ. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, അവർക്കാണ് കേരളത്തിന്റെ സംഘടനാ ചുമതല. അവർ പങ്കെടുക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് K. സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, UDF കൺവീനർ MM ഹസൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP എന്നിങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നു. മറ്റ് പരിപാടികളുണ്ട്. വിവിധ ജില്ലകളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. 7 ഘട്ടമായിട്ടാണ് മഹിളാ സാഹസ് യാത്ര, കേരള യാത്ര നടക്കുന്നത്, മഹിളാ കോൺഗ്രസിന്റെ. അതിലെവിടെയും ഒരു പരിപാടിയിലും വിശദമായ ഷെഡ്യൂൾ പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നടന്ന വാർത്താ സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ, അതിലെവിടെയും രമേശ് ചെന്നിത്തലയുടെ പേരില്ല. ഇനിയിപ്പോൾ സമാപന സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തലയെ പങ്കെടുപ്പിക്കാമായിരുന്നു. കാരണം ഉദ്ഘാടന സമ്മേളനത്തിൽ വി.ഡി. സതീശൻ പങ്കെടുക്കുന്നുണ്ട്, KPCC പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വി.ഡി. സതീശനാണ്. അവിടെയും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സീറ്റ് നൽകാൻ തയ്യാറായില്ല മഹിളാ കോൺഗ്രസ്. എന്തുകൊണ്ടാണ്? ഈ ചോദ്യം സ്വാഭാവികമായി വാർത്താ സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ MP-യോട് ചോദിച്ചു. അവർ ഉരുണ്ട് കളിക്കുകയാണ് ചെയ്തത്. ഷെഡ്യൂൾ പ്രകാരമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആ ഷെഡ്യൂളാണ് മാധ്യമപ്രവർത്തകർക്ക് തന്നിരിക്കുന്നത്. അത് പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ജെബി മേത്തർ MP പറഞ്ഞത്. ആ വാക്കുകൾ കേൾക്കാം. അതിന്റെ ഒരു വിശദമായ ഷെഡ്യൂള് ഉണ്ട്. ആ ഷെഡ്യൂള് നൽകുന്നതാണ്. ഓരോ ദിവസവും ഓരോ യോഗങ്ങളിലും നേതാക്കന്മാരുണ്ടാവും. ഇതൊരു തന്ത്രമാണ്, വി.ഡി. സതീശൻ വിഭാഗത്തിന്റെ തന്ത്രം. KPCC പ്രസിഡന്റ് K. സുധാകരനാണ് പറയേണ്ടത് രമേശ് ചെന്നിത്തലയെ 1-2 പരിപാടികൾ ഉൾപ്പെടുത്തണമെന്ന്. അദ്ദേഹം അത് പറയുകയുമില്ല. കാരണം അദ്ദേഹത്തിനും കണ്ണുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിനും ഒരു ഭീഷണിയാകുമോ എന്ന പേടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ ഒതുക്കുന്നതിൽ ഇപ്പോൾ K. സുധാകരനും വി.ഡി. സതീശനൊപ്പം നിൽക്കുന്നത്. വി.ഡി. സതീശനും K. സുധാകരനും തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത ശത്രുതയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇക്കാര്യത്തിൽ K. സുധാകരനും ഒന്ന് മൗനം പാലിക്കുകയാണ്. വി.ഡി. സതീശൻ കയറി കളിക്കട്ടെ എന്നാണ് ഇക്കാര്യത്തിൽ K. സുധാകരന്റെ നിലപാട്. അതിൽ K. സുധാകരൻ ഒരു ലക്ഷ്യം കാണുന്നുണ്ട്. അതിലേക്ക് എത്തുക മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നത് തന്നെയാണ് K. സുധാകരന്റെയും ആഗ്രഹം. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം. ജയിച്ച ശേഷം മാത്രമേ ഇതൊക്കെ നടക്കൂ. ജയിക്കുമോ ഇല്ലയോ എന്ന സംശയത്തിലാണ്. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കുപ്പായമിട്ട് 5ഓളം നേതാക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ രമേശ് ചെന്നിത്തല ഉയർത്തിയതുപോലെയുള്ള വെല്ലുവിളി വി.ഡി. സതീശന് മറ്റാരിൽ നിന്നും ഉണ്ടായിട്ടില്ല. രമേശ് ചെന്നിത്തല തന്ത്രപരമായാണ് കളിച്ചത്. സമുദായ നേതാക്കളെ ഒപ്പം കൂട്ടുക, UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടുക. അതിൽ രമേശ് ചെന്നിത്തല വിജയിച്ചു. അതാണ് വി.ഡി. സതീശൻ വിഭാഗത്തെ അങ്കലാപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് പൊതുപരിപാടികളിൽ നിന്ന്, എന്ന് വെച്ചാൽ പാർട്ടി പരിപാടികളിൽ നിന്ന്, യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി, ആ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടികളിൽ രമേശ് ചെന്നിത്തലയെ വിളിക്കില്ല. കാരണം യൂത്ത് കോൺഗ്രസ് വി.ഡി. സതീശന്റെ കയ്യിലാണ്. മഹിളാ സാഹസ് കേരള യാത്ര, ആ പരിപാടിയിലെ ഒരു പരിപാടിയിലേക്കും ഉദ്ഘാടനത്തിനുമില്ല, സമാപനത്തിനുമില്ല, സ്വീകരണ പരിപാടികളിലുമില്ല. എവിടെയും രമേശ് ചെന്നിത്തലയെ വിളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ മറ്റ് പോഷക സംഘടനകളും പ്രതിപക്ഷ നേതാവിന്റെ കൈവശം തന്നെയാണ്. അതുകൊണ്ട് അവിടേക്കും രമേശ് ചെന്നിത്തലയ്ക്ക് പ്രവേശനമുണ്ടാകില്ല. രമേശ് ചെന്നിത്തല കളത്തിന് പുറത്ത് സമുദായ നേതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട്, സമുദായ നേതാക്കളെ ഉപയോഗിച്ച് കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തി, UDF-ൽ സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ? ഇതാണ് നോക്കുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തലയെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് ഓടിക്കാനാണ്
വി.ഡി. സതീശൻ വിഭാഗം ശ്രമിക്കുന്നത്. അതിന് കെ.സി. വേണുഗോപാൽ എത്രമാത്രം പിന്തുണ നൽകും എന്നതിനെ ആശ്രയിച്ചിരിക്കും വി.ഡി. സതീശൻ വിഭാഗത്തിന്റെ ഈ നീക്കത്തിൽ അവർ നേടുന്ന വിജയം. പക്ഷേ കെ.സി. വേണുഗോപാൽ ഇതിൽ ഇടപെടുമോ എന്നതാണ് അറിയാനുള്ളത്. കാരണം കെ.സി. വേണുഗോപാലിനും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ഒരു ആഗ്രഹമുണ്ട്. ഇവിടെ അട്ടിമൂക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഹൈക്കമാൻഡിന്റെ നോമിനിയായി മുമ്പ് എ.കെ. ആന്റണി ഇറങ്ങി വന്നതുപോലെ പ്രത്യേക വിമാനം വിളിച്ച് ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയതുപോലെ കെ.സി. വേണുഗോപാലും എത്തുമോ എന്ന ആശങ്ക എല്ലാ നേതാക്കൾക്കുമുണ്ട്. എന്നിരുന്നാലും ഒരു കളി കളിക്കാം, ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം എന്ന നിലപാടിലാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം. എല്ലാവർക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകണം, അതാണ് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടി പരസ്പരം കാലുവലിക്കുക, കാലുവെട്ടുക, പരിപാടികളിൽ നിന്ന് വിലക്കുക, അങ്ങനെ കോൺഗ്രസിന്റെ ഉൾപ്പാട്ടി പ്രശ്നങ്ങൾ കൂടുതൽ പൊതുമധ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.